ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റോക്ക് മ്യൂസിക് സിംഗറെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അയാളുടെ പേര് ഡെമിസ് റുസോസ് എന്നുള്ളൊരു സിംഗറാണ്. അയാൾ ജനിച്ചത് ഈ 15 ജൂൺ 1946 ജനിച്ച ഒരു സിംഗറായി. ഇയാള് ഈ പ്രോഗ്രസീവ് റോക്ക് മ്യൂസിക്കിൽ വളരെ ഫേമസ് ആയിട്ട് ആ സമയത്ത് വന്നൊരു സിംഗറായി. അയാളെ ഫേമസ് സോങ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഗുഡ് ബൈ മൈ ലവ് ഗുഡ് ബൈ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്ങാണ്. നിങ്ങൾ ഒന്ന് യൂട്യൂബിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ അയാളൊരു ഫ്രം സുവനിയേഴ്സ് ടു സുവനിയേഴ്സ് ആൻഡ് ഫോർ എവർ ആൻഡ് എവർ എന്നുള്ള സോങ് എല്ലാം വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ്. അയാളെക്കുറിച്ച് ഞാൻ പറയാന്ന് വെച്ചാൽ അയാൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. ഇപ്പോഴത്തെ തലമുറ അയാളെ കുറിച്ചിട്ട് കേൾക്കാൻ കുറവാണ്. ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പണ്ട് ഇയാളെ സോങ്സ് കേട്ടിരുന്നു. അന്ന് ഐട്യൂൺസും യൂട്യൂബും ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. നമ്മളന്ന് കേട്ടിരുന്നത് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വീക്ക്ലി വെസ്റ്റേൺ മ്യൂസിക് വരുന്നത്. അന്ന് എല്ലാ റേഡിയോ നിങ്ങൾക്കറിയാലോ, അന്ന് ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നില്ല, ആംപ്ലിറ്റ്യൂഡ് റേഡിയോ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കേൾക്കുന്ന സമയം. അന്ന് ഇതുപോലുള്ള സോങ്സ് കേൾക്കാൻ നമ്മൾ ആ സമയത്ത് ട്യൂൺ ചെയ്യും. പക്ഷെ എന്നാലും ആ സമയത്ത് കര 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 എന്നുള്ള ആ ഒരു നോയ്സ് അപ്പും ഉണ്ടാവും. കാരണം അത് ആംപ്ലിറ്റ്യൂഡ് മറ്റേ വാൾവ് റേഡിയോ ആയിരുന്നു പണ്ടത്തെ. ഇപ്പോഴുള്ള ഈ ട്രാൻസിസ്റ്ററൊക്കെ പിന്നെ അത് ഇന്ത്യയിൽ വരാൻ തുടങ്ങി. അന്ന് ഐട്യൂണും ഈ യൂട്യൂബൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് ഈ മ്യൂസിക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് കേൾക്കാനും പറ്റും. ഞാനത് പറയാനുള്ളൂ. വേറെ കാര്യം വെച്ചാൽ ഇയാളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയായിരിക്കും. കാരണം നമ്മളെ ഇന്ത്യക്കാർക്ക് ഇയാളെക്കുറിച്ച് അറിയാണ്ടിരിക്കില്ല. കാരണം എല്ലാ ഇന്ത്യക്കാരും ഈ ഒരു ഷോലെ സിനിമയിലെ മെഹബൂബ മെഹബൂബ എന്നൊരു സോങ് ഉണ്ടായിരുന്നു. ഷോലയിൽ ഒരു സോങ്, ഈ ഷോലയിൽ ഈ മെഹബൂബ മെഹബൂബ സോങ് എന്ന് വെച്ചാൽ അന്ന് ഇന്ത്യയിൽ മിക്കവർക്കും ഈ സോങ് ഒന്ന് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അയാളെ സോങ് ആണ് ഈ കോപ്പി കാറ്റ് ചെയ്തായിരുന്നു ഈ മെഹബൂബ മെഹബൂബ സോങ്. അത് ഇന്ത്യയിൽ എത്ര ഫേമസ് ആണെന്ന് ഞങ്ങൾക്കറിയുള്ളൂ. ദാറ്റ് ഈസ് ആക്ച്വലി ഈ റൂസോന്റെ സോങ് ആണ്. അതെന്താ കാര്യം വെച്ചാൽ ഈ രമേഷ് സിപ്പിയും അയാളുടെ ഭാര്യയും ഈ ഷോലേന്റെ ഡയറക്ടറാണല്ലോ രമേഷ് സിപ്പി. അയാളുടെ ഭാര്യയും ഈ ലണ്ടനിൽ ഇയാളെ ഒരു ഓർക്കസ്ട്ര പോയ സമയത്ത് അയാളെ സിപ്പിയുടെ വൈഫ് രമേഷ് സിപ്പിയോട് പറഞ്ഞു, ഈ ഷോലയിൽ ഈ പാട്ടിൻ്റെ ഒരു ട്യൂൺ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ പാട്ട് വന്നത്. ഈ പാട്ടിന് ഇംഗ്ലീഷ് സോങ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം, സേ യു ലവ് മീ. അതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കൂ. സേ യു ലവ് മീ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. സോറി, യൂട്യൂബിൽ ചെയ്ത് നോക്കിയാൽ ഈ മെഹബൂബ സോങ് എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാവും. ഒരു എല്ലാ ഇന്ത്യക്കാർക്കും ഇയാളെ പാട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇയാളെ കുറിച്ച് അറിയില്ല. ഈ റുസോസിന്റെ ആൽബംസ് 60 മില്യണിലധികം ലോകത്തിൽ വിറ്റ ഒരു ആൽബമാണ്. അയാൾ ജനിച്ചത് ഈജിപ്തിൽ അലക്സാണ്ട്രിയ എന്നൊരു സ്ഥലത്തൊരു ഗ്രീക്ക് ഫാമിലി പണ്ട് താമസിച്ച സ്ഥലത്തിലായിരുന്നു. പിന്നെ അയാൾ അവിടുന്ന് മാറി ഗ്രീസിലേക്ക് മാറി. പിന്നെ അയാള് വിശാൽ ഡാൻസ് എന്നൊരു സോളോ ആൽബം ഇറക്കിയിരുന്നു. അത് ഒരു ടോപ്പ് 10 ഹിറ്റിൽ വന്നായിരുന്നു. പിന്നെ അയാൾ കൺസിക്യൂട്ടീവായിട്ട് യു കെയിൽ നമ്പർ 1 ആയിരുന്നു. uk സിംഗിൾസ് ചാർട്ടിൽ 1976 ആണ് വളരെ നമ്പറാണ്. പക്ഷേ അയാൾ എന്താ സംഭവിച്ചു വെച്ചാൽ, അയാൾക്ക് പറ്റിയെന്ന് വെച്ചാൽ ലാസ്റ്റ് അയാളുടെ ലൈഫിൽ അയാൾ ഒരു നല്ലൊരു വലിയൊരു കാരിയറിൻ്റെ പീക്കായ സമയത്ത് അയാൾ വെയിറ്റ് കൂടിയിട്ട് അയാൾ 147 kg വെയിറ്റ് വരെ വന്നു. ഈ 147 kg വെയിറ്റ് വരിക എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓവർ വെയിറ്റ് വരുന്നത് വലിയൊരു റിസ്ക് ഫാക്ടറാണ് നമ്മുടെ ജീവിതത്തിൽ. അതെന്താ വെച്ചാൽ മിക്കവാറും ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ എന്താ സംഭവിക്കുക വെച്ചാൽ അവർക്ക് സ്റ്റൊമക് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ലിവർ ക്യാൻസർ, ഈ 3 സംഗതികളും ഈ ഓവർ വെയിറ്റ് ഉള്ള കൂട്ടർക്ക് വരുന്ന ഒരു രോഗമാണ്. അയാൾ അവസാനം മരിക്കുക ഈ കാരണങ്ങളാണ് മരിച്ചത്. പക്ഷേ അയാൾ എന്താ ചെയ്യുന്നത്, 147 കിലോ വെയിറ്റ് വന്ന സമയത്ത് അയാൾക്ക് വലിയൊരു പ്രശ്നമായ സമയത്ത് അയാളൊരു പ്രത്യേക ഒരു ഡയറ്റ് തന്നെ കണ്ടെത്തി. അതിനകത്ത് പിന്നെ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ തോന്നുന്നു. ആ ഡയറ്റിൽ ഇയാൾക്ക് 50 കിലോ വെയിറ്റ് 10 മാസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയും, കുറച്ചെന്ന് പറയും. എന്നിട്ട് അതിനുശേഷം അയാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എ ക്വസ്റ്റ്യൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നില്ല, ഗോഡ് വിൽ നോട്ട് ഗിവ് എ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ഓൺ എർത്ത്. ആർക്കും ദൈവം കൊടുക്കാറില്ല. അപ്പോൾ ഇയാൾ മരിച്ച സമയത്ത് ഈ ലോകത്തിലുള്ള എല്ലാ മ്യൂസീഷ്യൻസും റേഡിയോ സ്റ്റേഷൻസും, ആ സമയത്ത് ടി വി ഒന്നും അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല, റേഡിയോ സ്റ്റേഷൻസ് പറഞ്ഞു. അത് ഫ്രഞ്ച് ടി വി അയാളെ കുറിച്ച് പറഞ്ഞതിൽ അയാൾക്കൊരു സൂപ്പർബ് വോയിസ് ആയിരുന്നു. അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തിയായിരുന്നു. ഹി ലവ്ഡ് വാട്ട് ഹി വാസ് ഡൂയിങ്. ഹി വാസ് എൻ ആർട്ടിസ്റ്റ്, എ ഫ്രണ്ട്. ഐ ഹോപ്പ് ഹി ഈസ് ഇൻ എ ബെറ്റർ വേൾഡ് എന്ന് ഇവര് പറഞ്ഞു, ഫ്രഞ്ച് ടി വി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവർക്ക് ഞാൻ എന്താണ് ഈ സിംഗറെ കുറിച്ച് പറയാനുള്ള കാരണം, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ, ഞാൻ ഇന്ന് ആ
ദിവസം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഡാമേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അയാൾ ഇങ്ങനെ കഷ്ടപ്പെടില്ലായിരുന്നു. കാരണം ഇന്ന് മോഡേൺ മെഡിസിൻ അത്ര അഡ്വാൻസ് ആയി. ഇന്ന് കുറേ മെഡിസിൻസ് ഉണ്ട് നമുക്ക്. ഇന്നൊന്നും ജനങ്ങൾക്ക് മെഡിസിൻസ് ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടു ജനങ്ങൾ ഈ മെഡിസിൻ ഇല്ലാണ്ട് കഷ്ടപ്പെടുക. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും വിൽക്കപ്പെടുന്ന ഒരു ഡ്രഗ്, ഇനി വിൽക്കപ്പെടാമോ ഡ്രഗും, അത് ഒബിസിറ്റിൻ്റെ ഡ്രഗ് ആയിരിക്കും. അത് ഈ വേൾഡ് മാർക്കറ്റിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പറയുന്നത് അതിൻ്റെ വലിയൊരു മാർക്കറ്റ് ഇന്ത്യ എന്ന് പറയും. ഇപ്പോൾ തന്നെ നമ്മളെ ഇന്ത്യയിലുള്ള കോപ്പി കാറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണല്ലോ എല്ലാം ഇവിടെ ഉള്ളത്. എന്താ പറയുക, നമ്മളെ ഡോക്ടർ റെഡ്ഡി, സൺ ഫാർമ, ലൂപ്പിൻ, ഇതുപോലുള്ള കമ്പനികൾ ഇത് ഇങ്ങനെ പാറ്റന്റ് ഇതിൻ്റെ പോകാനായിട്ട് കാത്തിരിക്കുക. 2031 ഇതിൻ്റെ പാറ്റന്റ് പോകുന്ന പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ലോകത്തിൽ പിന്നെ ഇനി വരാൻ പോകുന്ന ഒബിസുകൾ, ഈ തടിയന്മാരെ ക്യാപിറ്റൽ ഇന്ത്യ മാറുന്നതാണ് പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒരു കണ്ടെത്തൽ. കാരണം നമ്മളെ ഈ അനിയന്ത്രിതമായിട്ടുള്ള ഈ റൈസ് ഈറ്റിംഗ്, 3 നേരവും ഇത് ഓരോ കിലോ അരി വെച്ചിട്ട് ഇങ്ങനെ തിന്നുകയെന്ന് വെച്ചാൽ മനുഷ്യൻ എന്തിനു കൊള്ളും. അത് നമ്മൾ ഗവൺമെൻറ് അതിന് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓരോക്കും 25 കിലോ അരി വെറുതെ കൊടുത്ത്, അല്ലെങ്കിൽ മറ്റേ പച്ചക്കാട്, മഞ്ഞക്കാട്, വെള്ളക്കാട് നിലമായിട്ട് 20-15 കിലോ അരി തിന്ന് നിങ്ങൾ ജീവിതം തുലക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊടുക്കുക. നിങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നം വെച്ചാൽ ഇന്ത്യ ഈസ് എ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഈ റൈസ് ഈറ്റിംഗ് 3 നേരം ഇത് തന്നെ നമ്മൾ തിന്നുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാം എന്താ തിന്നുള്ളത്. നമ്മളെ മന്ത്രിമാരും പറയുന്നതാണ് വേറെ, കാരണം അവർക്ക് വേറെ ഒന്നും തിന്നാൻ കൊടുക്കാൻ പറ്റില്ല. ദിവാരം പറഞ്ഞ പോലെ അങ്ങനത്തെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. അറിയാലോ പണ്ട് ഒരു CPIൻ്റെ ഗവൺമെൻറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ വേൾഡിൽ ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഇന്ത്യ ഒരു വലിയൊരു ഒബിസിറ്റിൻ്റെ മാർക്കറ്റ് ആയിരിക്കും പോലും. അപ്പോൾ ഇതിൽ ഒബിസിറ്റി ഡ്രഗിൽ ഇന്ന് ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഡ്രഗ് വിഗോവി എന്ന് പറഞ്ഞ ഡ്രഗാണ്. വിഗോവി ആരാന്ന് വെച്ചാൽ നോവോ നോർഡിസ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രഗ്. കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 4.5 ബില്യനാണ് ഇവർ വിറ്റ് തീർത്തിട്ട് ലോകത്തിലെന്താ 4.5 ബില്യൺ കഴിഞ്ഞ 2 കൊല്ലം. ഇതിന്റെ സെയിൽ 5-fold ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ട സമയത്ത് എന്ന് വെച്ചാൽ മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എല്ലാം വിചാരിച്ചു ഇത് ഭയങ്കര ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ആണല്ലോ ഇതിന്റെ ഈ വിഗോവി ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ലില്ലിയും റോഷും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ വിഗോവിൻ്റെ കാട്ടും നല്ല ഇഫക്റ്റീവായിട്ട് ഡ്രഗാണ് ഇലലിന്റെ ഡ്രഗ്. ഇലലിന്റെ ഒരു പുതിയ ഡ്രഗ് വന്നിട്ടുണ്ട്, സെബൗണ്ട് എന്ന് പറഞ്ഞ ഡ്രഗാണ്. ഈ സെബൗണ്ട് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടും എത്രയോ ബെറ്റർ ഡ്രഗ് എന്ന് അവർ കമ്പനി ക്ലെയിം ചെയ്യും. വിഗോവിനെക്കാട്ടും ഫാസ്റ്റായിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ക്ലെയിമാണ്. അതെല്ലാ കമ്പനിയും അങ്ങനെയാണല്ലോ. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആരും മോശമല്ല, എന്നെക്കാട്ടും നല്ലതാണ് നീ എന്നല്ല പറയും, അല്ലാണ്ട് ആരും മോശമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പാറ്റന്റ് 2031 കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീപ്പർ കോപ്പി കാറ്റ് ഡ്രഗ്സ് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യുന്ന പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഇപ്പോൾ ഓൾറെഡി അവർ അതിന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. ഈ റെഡ്ഡിയെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് നമുക്ക് ഈ ഡ്രഗ് എന്താണെന്ന് പരിശോധിക്കണ്ടേ. എന്താണ് ഈ ഡ്രഗ് എന്ന് വെച്ചാൽ ഇത് പറയുന്നത് GLP-1 ഡ്രഗ് എന്നാണ്. GLP-1 ഡ്രഗ് എന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റിൻ്റെ കഴിക്കുന്ന സമയത്ത് അവർ പറയുന്നത് 20% ബോഡി വെയിറ്റ് കുറയുന്നു. ഇത് 10 കൊല്ലം എടുത്തിട്ടാണ് നമ്മൾ ആ പാട്ടുകാരൻ 40 കിലോ കുറച്ച്. ഇവർ പറയുന്നത് 20% ഇത് ഒരു ഇഞ്ചക്ഷൻ അടിച്ചാൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചാൽ കുറയുന്നു. അപ്പോൾ നമുക്കൊന്ന് ക്ലോസർ ലുക്ക് നോക്കാം എങ്ങനെയാണ് ഈ GLP ഡ്രഗ് വർക്ക് ചെയ്യുന്നത്. GIP-1 എന്നതിന് പറയും, സോറി GLP-1. GLP എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഗ്ലൂക്കോജൻ ലൈക്ക് പെപ്റ്റൈഡ്. ഇതൊരു ഹോർമോണാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഹോർമോണാണ്. അത് നമ്മളെ ഈ ഇൻഡസ്ട്രിയിലെ കുടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന ഹോർമോണാണ്. ഇതെന്താ ചെയ്യുക, ഈ ഹോർമോൺ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻസുലിൻ്റെ ഷുഗറിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യണ്ടേ, റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ചെയ്യണം. അപ്പോൾ അത് ഇൻസുലിൻ്റെ സിമുലേഷൻ കൊടുക്കും, ഇൻസുലിനെ സിമുലേറ്റ് ചെയ്യാൻ കൊടുക്കും, ഇൻസുലിൻ സിമുലേഷൻ പ്രൊഡക്ഷൻ ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ഷുഗറിൻ്റെ ലെവൽ ഓർക്കും. പിന്നെ അതിന് വേറൊരു ഗുണം അവർ പറയുന്നത് ഈ സ്റ്റൊമക്കിന് പെട്ടെന്ന് എംപ്റ്റി ചെയ്യില്ല എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് വളരെ പോപ്പുലറാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള കൂട്ടർക്ക് വളരെ പോകും. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള കൂട്ടർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള കൂട്ടറിൽ ഒബിസായിരിക്കും. നല്ല തടിയും വയറും ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാം തടിയും ഭയങ്കര വയറുമായിട്ടുള്ള ആൾക്കാർ, അവരെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് എന്നൊരു സംശയമില്ല, അത് ഒബിസ് ആൾക്കാർ. അപ്പോൾ ഈ നമുക്കൊന്ന് നോക്കാം ഈ GLP-1 ഡ്രഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. 1 ലോവറിങ് ബ്ലഡ് ഷുഗർ, 2 റെഡ്യൂസിങ് അപ്പിറ്റൈറ്റ്, 3 സ്ലോയിങ് ഡൈജഷൻ. ഈ ലോവറിങ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും പ്രൊഡക്ഷൻ, ബ്ലഡ് ഷുഗർ ലെവൽ റൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യും. പിന്നെ അത് വിശപ്പിനെ കുറക്കും. നമ്മൾ വയറിലപ്പോൾ ഈ ഡയബറ്റിക്കാർക്കുള്ള പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ ഇൻസുലിൻ മരുന്ന് കഴിക്കുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വെച്ചാൽ ക്ഷീണാവും, തല ചുറ്റും. ചില കുട്ടിയോട് എനിക്ക് ക്ഷീണിച്ചാൽ അത് ഈ ക്ഷീണാവെന്ന് വെച്ചാൽ തിന്നാൻ പോകുന്നത് പിന്നെ ലഡു തന്നെ തിന്നാൻ പോകുന്നത്, അത് അതിനേക്കാട്ടും റിസ്ക്കാണ്. വേറെ എന്താ നമ്മളെ നാട്ടിൽ തിന്നുക, നമ്മുടെ നാട്ടിൽ ഇത് തന്നെ തിന്നാൻ പോകും.
പിന്നെ ഇതിന് ഈ ഡ്രഗിന് വേറെ ഗുണം വെച്ചാൽ ഈ സ്ലോ ഇൻ ദ ഡൈജഷൻ, നമ്മൾ ഈ ഡൈജഷൻ പ്രോസസ്സിനെ സ്ലോ ചെയ്യും. അതാണ് അതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിശക്കൂല. അപ്പോൾ ഈ ഡൈജഷൻ പ്രോസസ് സ്ലോ ചെയ്യുമ്പോൾ ഈ എംറ്റി സ്റ്റൊമക്ക് എംറ്റിയിലും ടൈം കുറച്ച് കുറയുന്ന കമ്പനി പറയുന്നത്. അങ്ങനെ അപ്പിറ്റൈറ്റ് കുറക്കുന്ന പറയും. സോ ഇത് ഒരു നല്ലൊരു ഡ്രഗായിട്ടാണ് ലോകം മുഴുവൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സെബൗണ്ടും ഈ വിഗോണി തമ്മിൽ വ്യത്യാസം. സെബൗണ്ട് കുറച്ചും കൂടി നല്ലതെന്ന് ഈ ലില്ലി പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഒന്ന് ഗ്ലൂക്കോജൻ ലൈക്ക് പെപ്റ്റൈഡ് ആക്ഷൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻറ്റ് ഇൻസുലിനോട്രോപിക് പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അത് രണ്ടും ഷുഗർ ലെവലിൽ കുറക്കുന്ന പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ബൂമിങ് മാർക്കറ്റാണ് ഇന്ത്യ. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഈ കമ്പനികളൊക്കെ ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ഫോറിൻ കമ്പനികളൊക്കെ ഈ ഒബിസിറ്റി ഡ്രഗ്സ് ആണ് ഇനി ലോകത്തിൽ. പണ്ട് കാർഡിയാക് ഡ്രഗ് ആയിരുന്നു. കാർഡിയാക് ഡ്രഗ് ഒരു എല്ലാ സ്ഥലത്തും ഇപ്പം എത്തി. നമ്മളിപ്പോൾ ഇന്ന് കൂടുതൽ ആൾക്കാർ 60-70% ജീവിക്കുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീനെ കൊണ്ടാണ്. അല്ലാണ്ട് നമുക്കറിയാലോ, കൊറോണ വന്ന സമയത്ത് ഒരു ദൈവം മനുഷ്യനെ സഹായിക്കാനുണ്ടായിട്ട്. ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ഇൻവെൻഷൻ അല്ലാണ്ടും സയൻറ്റിസ്റ്റ് അല്ലാണ്ടും നോ ഗോഡ് ഹസ് സേവ്ഡ് അസ് അല്ലേ, നമ്മൾ കണ്ടല്ലേ ഇതെല്ലാം. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറയുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒരു ഇൻവെൻഷൻ കൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ല. ഇത് വളരെ വളരെ ക്ലിയറാണ്. അതിൻ്റെ അകത്ത് ഒരു സംശയവും എനിക്കില്ല. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഇനിയിപ്പോൾ ഈ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സൊക്കെ വന്നാൽ ഈ ഡ്രഗ് റെഡ്ഡിയുടെയും ലൂപ്പിൻ്റെ ഇവരാണ് പറഞ്ഞത്. റെഡ്ഡി, ലൂപ്പിൻ പ്ലസ് നമ്മളെ ഇവരും സൺഫാർമ ഇവരാണ് ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത് പറഞ്ഞു കേട്ടു. അതൊരു ന്യൂസാണ് ഇത്. പിന്നെ മാർക്കറ്റിലേക്ക് പറയുന്നത് നമുക്ക് ടാറ്റ ടെക്നോളജീസിൻ്റെ എല്ലാവരും വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പബ്ലിക് ഇഷ്യൂ ആയിരുന്നു. അത് ഇപ്പോൾ എവിടെ എത്തിയത്? ഇന്ന് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 15% ഫോൾ ഇൻ ഫസ്റ്റ് ക്വാർട്ടർ പ്രോഫിറ്റ്. Q1 ലാഭം ഇടിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ സർവീസ് റവന്യൂവിൻ്റെ കുറഞ്ഞു പറയുന്നത് ഭയങ്കര എക്സ്പെൻസാന്ന് പറയുന്നത്. പിന്നെ ഈ കമ്പനി ആർക്കാണ് ഇത് സർവീസ് ചെയ്യുന്നത്? ടാറ്റ ടെക്നോളജി കൊണ്ട്. അത് ടാറ്റേൻ്റെ കമ്പനിക്ക് വേണ്ടി മാത്രം ടെക്നോളജി കൊടുക്കുന്നത്. അത് ലോകത്തിൽ വേറെ ആർക്ക് ടെസ്ലക്ക് ഇവർ വിൽക്കുന്നില്ല. ടെസ്ലക്ക് ഇവൻ്റെ ടെക്നോളജി ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ മെഴ്സിഡീസ് ബെൻസിന് ഇവരെടുക്കുന്ന ടെക്നോളജി വാങ്ങിക്കില്ല. അല്ലെങ്കിൽ BMW ഇവരുടെ ടെക്നോളജി വാങ്ങിക്കില്ല. ഈ ടാറ്റ ടെക്നോളജി ടാറ്റേൻ്റെ ഉള്ളിലുള്ള അത് മെയിൻലി ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. നമുക്കറിയില്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ എത്ര കാറുകൾ വന്നെന്നുള്ള കാര്യം. കാരണം അത് എത്ര ബ്രാൻഡുകൾ ഇൻഡിക്ക തൊട്ടിട്ട് സുമോ തൊട്ടിട്ട് ഇപ്പോൾ എന്തൊക്കെ ബ്രാൻഡ് ഇട്ട് നിനക്കറിയില്ല. ടൊയോട്ട 3-4 ബ്രാൻഡ് ആലോചിക്കൊണ്ട് കാമറി, കൊറോള, അല്ലെങ്കിൽ അവരെ ലെക്സസ് ബ്രാൻഡ് 3 ബ്രാൻഡുണ്ട്. ഇത് എനിക്കെന്നെ അറിയില്ല എത്രയാണെന്നില്ല. ഒരു 10-15 ബ്രാൻഡിൽ ഇറക്കിയിട്ടുണ്ട് ഇവർ കണ്ടു കാറുകൾ. അപ്പോൾ ഇവരാകെ വെക്കുന്ന ടെക്നോളജി ഈ കമ്പനിക്കാണ്. അപ്പോൾ ഈ കമ്പനിയിൽ എടുക്കുന്ന എപ്പോഴും പ്രൈസിങ് പ്രഷർ ഉണ്ടാവും. നിങ്ങളൊരു പാരൻറ്റ് കമ്പനിക്ക് നിങ്ങളെ ടെക്നോളജിനെ വിൽക്കുക വെച്ചാൽ ആ പാരൻറ്റ് കമ്പനിക്ക് എന്ത് പൈസ തരും? ഞാൻ എൻ്റെ കമ്പനിക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതിനൊരു പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ ടെക്നോളജി കൊണ്ട് ഈ മെഴ്സിഡീസിന് ബെൻസിനോ അല്ലെങ്കിൽ വോൾസ് വാഗണോ കൊടുക്കുവാണെങ്കിൽ എനിക്ക് പ്രീമിയം ചാർജ് ചെയ്യാം. സോ ഓൾവേസ് നിങ്ങൾക്ക് അതിൽ പ്രൈസിങ് പവർ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ മോശം റിസൾട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവർ പറയുന്നത് പിന്നെ എയറോസ്പേസിനായിട്ട് ഹെവി മെഷീനറിക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എയറോസ്പേസ് ബോയിങ്ങിൽ ഇവർ ടെക്നോളജി വാങ്ങിക്കുക. പിന്നെ ഇവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരെ തന്നെ ടാറ്റ മോട്ടോഴ്സ്. പിന്നെ ഒരു വിയറ്റ്നാമീസ് EV കമ്പനി എന്താ വിൻഫാസ്റ്റ് എന്നുള്ള കമ്പനി കൂടി കൊടുക്കുന്നത് കേട്ടു. അതിപ്പോൾ വാങ്ങിക്കുന്നില്ല എന്ന് കേട്ടത് ഇവരുടെ ടെക്നോളജി. അപ്പോൾ ഈ ഒരു കമ്പനി വളരെ മോശം റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നാളെ ഇപ്പം മാർക്കറ്റിൽ ഇനി പിന്നെ കുറയുമെന്നുള്ള എനിക്കറിയില്ല. 1000 താഴെ സ്റ്റോക്ക് പോകുകയെന്ന് വെച്ചാൽ ഓൾറെഡി സ്റ്റോക്ക് 52 വീക്ക് ലോയിലാണ് ചെയ്യുന്നത്. സോ ഇഫ് ഇറ്റ് ഗോസ് ബിലോ 1000 പറയാൻ മോശം ഇതെല്ലാം. ഇന്ന് മാർക്കറ്റ് രാവിലെ മാർക്കറ്റ് വളരെ ഡൗൺ ആയിരുന്നു. പിന്നെ മാർക്കറ്റ് റിലയൻസ് ആണ് ലിഫ്റ്റ് ചെയ്തത്. സിംഗിൾ ഹാൻഡിൽ റിലയൻസ് തന്നെ ലിഫ്റ്റ് ചെയ്തു. പിന്നെ IT സ്റ്റോക്സ് കുറച്ച് ലിഫ്റ്റ് ചെയ്തു. റിലയൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാണ്ടിരിക്കാൻ കഴിയില്ല. റിലയൻസ് തന്നെയാണ് നമ്മളെ ബിഗ് ബ്രദർ മാർക്കറ്റിൽ. വേറെ ആരും മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. റിലയൻസിനെ പോലെ സേവ് ചെയ്യാൻ പറ്റില്ല. HDFC ബാങ്ക് വലിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ LTI മൈൻട്രി നമ്പർ 1 ആയിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ന് നോക്കണം. അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്. പക്ഷേ ഏഷ്യൻ പെയിൻറ്റ് ഒരു 2500 രൂപ കിട്ടിയാൽ ഇസ് റൈറ്റ് ബൈ. അത് ഒരു നല്ലൊരു കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്. നിങ്ങൾക്ക് ഏഷ്യൻ പെയിൻറ്റിന് ഒരിക്കലും അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു കമ്പനി അല്ല. കാരണം ഏഷ്യൻ പെയിൻറ്റ് ഇന്ന് ഇന്ത്യയിൽ ആരുടെ ഏഷ്യൻ പെയിൻറ്റ് ഇല്ലാത്തത് നിങ്ങൾ ചോദിച്ചാൽ അറിയാം. എല്ലാവരുടെ ഏഷ്യൻ പെയിൻ്റ് ഉള്ള എവരിബഡി ഈസ് ഹാവിങ് ദാറ്റ് കമ്പനി. Anyway friends, thank you for viewing my channel. Please, I hope you are subscribing my channel. ഞാൻ എല്ലാ സമയത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.